ചിക്കൻ കട്ടിനായിട്ട് ഒരു കൊച്ചു വന്നിട്ടില്ലേ, നല്ല ചിക്കൻ കട്ടിനാണ്. ലൈഫ് അറ്റ് രോഹിണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു വൈകുന്നേര ദിവസമാണ്. നമ്മളൊരു വാവയാണ് ഭയങ്കര ചിക്കൻ കേട്ടോ. ഞാൻ സബോള അരിയുക കേട്ടോ. അന്നേരപ്പോഴത്തേക്കും വാവ ചിക്കനെല്ലാം വാഷ് ചെയ്ത് വെച്ചു. അതിലേക്കുള്ള മസാലയെല്ലാം ഞാൻ സെറ്റാക്കി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ മിക്സാക്കി ഞാനൊരു 1 hour വെച്ചു. ഇനി വേറൊരു പാത്രത്തിലേക്ക് എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പെരിഞ്ചീരകം, പിന്നെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സാക്കി വെക്കും. എന്നിട്ട് ഒരു പാനിലേക്ക് തേങ്ങ ആവശ്യത്തിനെടുത്ത് തേങ്ങ വറുത്തെടുത്തു. എന്നിട്ട് ആ മസാലയില്ലേ നമ്മൾ മിക്സ് ചെയ്ത് അത് മൊത്തം ഇട്ട് ഇളക്കി, എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ചൂടാറാൻ വെക്കണേ. പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെക്കുകയാണേ. പിന്നെ സാലഡിനുള്ളതെല്ലാം അരിഞ്ഞു വെച്ചു, പൈനാപ്പിൾ മുറിച്ച് വെച്ചു, എല്ലാം സെറ്റ് ചെയ്ത് കുക്കറിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. മസാലയെല്ലാം ഇട്ട് പിന്നെ അരിയിട്ട് അപ്പോഴത്തേക്കും വാവതെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഞാനതായിട്ട് തിരിഞ്ഞ് നോക്കി. ഞാൻ അതിനിടെ ചിക്കനൊക്കെ വറുത്ത് വെച്ചു കേട്ടോ. അതൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വാവയാട്ടെ വെള്ളം ഒഴിച്ച് ഞാൻ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചേ. അപ്പോൾ അപ്പുറത്തെ പാനിൽ ഞാനവിടെ സവോളയും ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നല്ലോണം സവോള ഇട്ടിട്ടുണ്ട് കേട്ടോ. സവോള ഇട്ടെന്നും പറഞ്ഞ് മധുരിക്കുന്നതല്ല, നല്ല ടേസ്റ്റാട്ടോ. അപ്പോഴത്തേക്കും അവിടുത്തെ റൈസ് സെറ്റായി. ഞാനെല്ലാം ഇട്ട് അവിടെ സെറ്റാക്കി വെക്കും കേട്ടോ. സവോള വറുത്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില എല്ലാം ഇട്ട്. അത് ഞാൻ കൂടുതൽ കാണിച്ചില്ല, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. 2 പച്ചമുളക് ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണേ. അപ്പോഴത്തേക്കും ഒരാൾ വരുക, കള്ളി ചിക്കൻ വരാൻ വന്ന കേട്ടോ എൻ്റെ പെണ്ണ്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എല്ലാം ഞാൻ മിക്സാക്കുക കേട്ടോ. എന്നിട്ട് തക്കാളി നല്ല നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. കുറേ നേരം ഇളക്കി കേട്ടോ. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചു. എന്നിട്ട് തക്കാളിയൊക്കെ നല്ല ഒരു ജ്യൂസി പരുവാകുമ്പോഴത്തേക്കും ഞാൻ ആ തേങ്ങ വറുത്ത് വെച്ചില്ലേ, അതെല്ലാം കൂടെ തണുപ്പ് മാറിയപ്പം തണുപ്പിച്ചിട്ട് അരച്ചെടുത്തു കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെ പൊടി പോലെ തന്നെ ഇരുന്നു കേട്ടോ. അതിട്ട് എല്ലാം മിക്സ് ചെയ്തു. എന്നിട്ട് ആവശ്യത്തിന് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു. എന്നിട്ട് ചിക്കനെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇളക്കി വെച്ച് നല്ല സെറ്റായിട്ട് ഇളക്കി മൂടി വെച്ചു കേട്ടോ. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് തുറന്നു. എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും പാലില്ലേ, നമ്മുടെ പശുവും പാൽ നമ്മുടെ ഗുഡ് ലൈഫൊക്കെ കിട്ടുമല്ലോ പാക്കറ്റ്, അതിലത്തെ ഇത്തിരി ഒഴിച്ച് അരച്ചെടുത്ത കേട്ടോ. എന്നിട്ട് അത് ഒഴിച്ചിട്ട് ഞാൻ തിളയ്ക്കാൻ വെച്ചു. അത് ഒഴിച്ച് തിളച്ച് കറി നല്ല സെറ്റായിട്ടുണ്ട്. അത്ര മതി, നമുക്ക് അത്രയും ഗ്രേവിയൊക്കെ വേണം. നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ മോൾ അവിടെ ഇരുന്ന് എന്നോട് ഭയങ്കര കഥയാണ്. വാവയാട്ടോ എല്ലാം വിളമ്പുന്നേ. സാലഡും ചിക്കൻ റോസ്റ്റും ചോറും പൈനാപ്പിളും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു വൈകുന്നേരം. വാവ എനിക്ക് വാരി തരുവാണ്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു തവണയിൽ ട്രൈ ചെയ്യണേ. പിന്നെ അച്ഛൻ വാരി തരുന്നതും വെയിറ്റ് ചെയ്ത ഒരാൾ ഇരിപ്പുണ്ട്. അതെ, അച്ഛൻ കൊടുത്തു കേട്ടോ കുഞ്ഞിന്. പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് പോരായ്മകൾ കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ സീക്കുട്ടി എനിക്ക് വാരി തരുക. സീക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അതിൻ്റെ സ്നേഹപ്രകടനമായി കാണുന്നത്. പിന്നെ വാവയ്ക്ക് ഞാൻ വാരി കൊടുത്തേ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഈവനിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.